بسم الله الرحمن الرحيم നിങ്ങൾ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല. ശരീരം പോവും, ഇത് കേടന്നു പോവും, ചിലപ്പോൾ രോഗമായിട്ട് പോവും, മരിച്ച് കബറിൽ കൊണ്ടുപോയി ചിലപ്പോൾ അങ്ങനെ മണ്ണായി പോവും. പക്ഷെ നമ്മുടെ റൂഹ് ബാക്കിയുണ്ട്. അതുകൊണ്ട് റൂഹിനെ നോക്കണമേ. അള്ളാഹു നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച് പരിപാലിപ്പിച്ച് അതിന് വെളിച്ചവും സുഗന്ധവും കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ റൂഹിങ്ങനെ പെടപെടുക്കുന്നുണ്ടാകും. മനസ്സമാധാനം ഇല്ലേ? ഓർത്തോളൂ, നമ്മൾ നിസ്കാരവും നോമ്പും ഖിറാഅത്തുൽ ഖുർആനും ദിക്റും സ്വലാത്തൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോഴേ മനസ്സമാധാനക്കുറവുണ്ടാവുള്ളൂ. അത് ചൊല്ലുന്നവർക്ക് സമാധാനം. ഇത് എളുപ്പമുള്ള കാര്യമാണ്. ഇതിന് കുറേ ക്യാപ്സ്യൂളും കുറേ ഇഞ്ചക്ഷനും സർജറി ഒന്നും വേണ്ട. സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വെറുതെ പറയുന്ന വർത്താനങ്ങളൊക്കെ നിർത്തുക. നമ്മൾ എത്ര പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായോ? സുബ്ഹാനല്ലാഹിം അൽഹംദുലില്ലാഹിം അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിന്ന് ചൊല്ലി. ഒരു ആരെയുണ്ട് കൈപൊക്കിയാട്ടെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനിയും അതെന്നും ഓർത്തുകൊണ്ടും ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അത് ഓർക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഒരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങുക. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും റബ്ബേ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ഞാൻ ചെയ്യണമെങ്കിലും, യാത്ര പോകുമ്പോൾ നിസ്കരിക്കണ്ടേ, നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്യണമെങ്കിലും തിന്മകൾ എൻ്റെ കൺമുമ്പിൽ വരുമ്പോൾ കണ്ണു തിരിക്കണം, തിന്മകൾ ചെയ്യാതിരിക്കണം. ഹറാമായ ലഹരികൾ മുമ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹറാമായ പാനീയങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ അത് തൊടാതിരിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ റബ്ബേ നീ തരുന്ന കഴിവ് കൊണ്ടേ സാധ്യമാകൂ പടച്ചവനെ. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞാൽ മലക്കുകൾ പറയും നിന്നെ അള്ളാഹു സംരക്ഷിച്ചു, നിന്റെ കാര്യം അള്ളാഹു നേടിത്തന്നു, നിനക്ക് സംരക്ഷണം അല്ലാഹു നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കവും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി ഇറങ്ങിപ്പോരുന്നതും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ ചെറിയ ദിക്റുകളാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ ബാഗും പിടിച്ച് ഇറക്കുമ്പോൾ, ദാ മോനെ ദിക്ർ ചൊല്ലിക്കോ, ബസ്സിലേക്ക് കയറാൻ പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, മോനെ ചൊല്ല്. ഉമ്മമാര് ചൊല്ലിക്കൊടുക്കുക, വാപ്പ ചൊല്ലിക്കൊടുക്കുക, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ല. ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ അവരങ്ങ് ചൊല്ലിക്കോളും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ദിക്റുകളിലായി നമ്മൾ തുടങ്ങുന്നത്. കിടന്നുറങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ചെന്ന് കിടക്കുന്നു, എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നു. എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കുന്ന, എന്ത് റാഹത്തായിരിക്കും ജീവിതത്തിൽ. നമുക്ക് സമാധാനക്കേട് വരുന്നതിൻ്റെ പ്രധാന കാരണം ആത്മാവിന് കൊടുക്കുന്ന ഈ ഫീഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എന്തെന്നില്ലാത്ത ടെൻഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മുസ്തഫ സാഹിബൊക്കെ കുറേ ദിവസമായി എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പറയായിരുന്നു, നമ്മൾ മലയാളികൾ, എറണാകുളത്ത് നിന്ന് പറഞ്ഞേ, മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും, നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ബേജാറായിട്ട് അതൊക്കെ ഏത് സമയവും എപ്പോൾ നോക്കിയാലും ടെൻഷനാണ്. അപ്പം എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത്? എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത്? എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത്? ഒന്നും ഉണ്ടാവില്ല. 15 കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടനെ പറ്റിയ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായാലും 20 കെട്ടിക്കുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ റബ്ബേ ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പം ആലോചിച്ച് സാധു ചിരിക്കാണ്ട് സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യം ഭയങ്കര പോക്കാണ്. നോക്കട്ടെ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മുഖത്ത് 2 കണ്ണല്ലാഹു തന്നിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത്. നിങ്ങളുടെ കണ്ണ്, ഒരാൾ ചോദിക്കുക 2 കോടി തരാം, നിങ്ങളുടെ 1 കണ്ണ് തരുമോ? എൻ്റെ വാപ്പാക്ക് വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുമോ? നിങ്ങളുടെ കണ്ണിൻ്റെ വില എത്രയാണ്? നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ? അതുണ്ടാവും, പോകും. കുറച്ച് കടം വാങ്ങേണ്ടി വരും, കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും. എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ? അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് കൂലിയാണ്, സ്വതക്കയാണ്. മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ചിരിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ടെൻഷൻ, എൻ്റെ ടെൻഷൻ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് മരിക്കണവരെ തീരുമോ? തീരൂല.
എല്ലാ ടെൻഷനും തീർന്നിട്ട് മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്, ചിരിക്കുന്നത് അല്ല. പുണ്യനിബിതങ്ങൾ 6 മക്കളെ, 7 മക്കളെ തങ്ങൾക്കുണ്ട്, 6 മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സങ്കടം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 6 മക്കൾ നഷ്ടപ്പെട്ടു പോയ വാപ്പമാരോട് ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ? 6 മക്കൾ മരിച്ചുപോയി, വാപ്പ ജീവിച്ചിരിക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ ഉണ്ടെങ്കിൽ. 6 മക്കൾ മരിച്ചുപോയ വാപ്പയാ നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റി എന്താ പറഞ്ഞത് സ്വഹാബികൾ? കാന ദായിമൽ ബിശ്രി, തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പുക ഉയരാറില്ല, പക്ഷെ നബി പുഞ്ചിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവർക്ക് മുഴുവനും പോസിറ്റിവിറ്റി, പോസിറ്റീവ് വൈബുകൾ നബി തങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ. ഹി വാസ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി അക്രോസ് നേഷൻസ്. നബി തങ്ങളുടെ നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും സ്മൈൽ ആൻഡ് ഹാപ്പിനെസ്, ഇതായിരുന്നു ഹബീബായ നബി തങ്ങൾ കൊടുത്തിരുന്നത്. സന്തോഷവും പുഞ്ചിരിയും അതൊരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത്. അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമാണ് അല്ലാഹു നോക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, മനുഷ്യനെ നാം പടച്ചത് ഒരു സ്പേം സെല്ലിൽ നിന്നാണ്, ഒരു നുത്ഫയിൽ നിന്നാണ്. സ്പേം സെൽ, ബീജത്തിന്റെ ശുക്ലത്തിന്റെ ഒരു കോശത്തിൽ നിന്ന് ഒരു സമയം പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് കടന്നുപോകാനിടയുള്ള സ്പേം സെല്ലുകൾ ദശലക്ഷക്കണക്കിനാണ്. അതെല്ലാം കുട്ടിയാവാൻ നിന്ന ഒറ്റ വയറ്റിൽ തന്നെ 10 ലക്ഷം കുട്ടികളുണ്ടാവും. പക്ഷെ അതിൽ 1, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 കുട്ടികൾ, ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ. 2 അവര് ഇരട്ടകളാണെന്ന് പറയും. 1 അധികം ഉണ്ടാവാറുള്ളൂ. ഈ 1 ഉണ്ടാവുന്ന 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയിൽ നിന്ന് ഒരു കോശാണ് അണ്ഡവുമായി കൂടിച്ചേർന്ന് നുത്ഫത്തിൻ അംഷാജിൻ. അതിനാണ് സയൻസിൽ സൈഗോട്ട് എന്ന് പറയാ. സൈഗോട്ട്സ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും എന്താണ് സൈഗോട്ട്സ്. എഗ്ഗും സ്പേം സെല്ലും കൂടിക്കലർന്നുണ്ടാകും. അതിന് ഖുർആൻ പറഞ്ഞ പേരാണ് നുത്ഫത്തിൻ അംഷാജ്. ഇതൊക്കെ ഭ്രൂണശാസ്ത്രം അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്തു. ഇതൊക്കെ സയൻസ് തുടങ്ങി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഒരു സ്പേം സെൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു ദ്രാവകം, ആ ദ്രാവകത്തിന്റെ ഏറ്റവും ചെറിയൊരു സാധനം, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ദ്രാവകത്തിനുള്ളിൽ അള്ളാഹു ഒരുപാട് ഹെറിഡിറ്ററിയായ ജനറ്റിക് ബിഹേവിയർ, അതിൻ്റെ കോഡിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു കോശം വാപ്പയുടേത് ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണ് വിശേഷമുണ്ട് എന്ന് പറയാം. വിശേഷമുണ്ട് എന്നൊക്കെ പറയാൻ 2 വാക്ക് മതി. വിശേഷമുണ്ട്. എന്തൊക്കെ നടക്കണം? ആ അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് കയറി പിടിക്കണം, രക്തം ഊറ്റി കുടിക്കണം. അപ്പൊ അല്ലാഹു അതിനെ അലഖത്ത് എന്ന് വിളിച്ചു. ലീച്ച് എന്ന് പറഞ്ഞ അട്ട എന്നാണ്. അട്ടക്ക് അലഖ് എന്ന് അറബിയിൽ പറയും. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഹി ക്രിയേറ്റഡ് മാൻ ഫ്രം എ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്. ഒരു അട്ടയെ പോലെ തോന്നുന്ന സാധനത്തിൽ നിന്നാണ് അല്ലാഹു, അതായത് രക്തപിണ്ഡത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പടച്ചു. മോറിസ് ബുക്കായി അയാൾക്ക് മനസ്സിലായി. അയാൾ ഖുർആൻ എടുത്ത് പരിശോധന. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ് പഠിച്ചപ്പോൾ ആദ്യം കണ്ട വാക്കിതാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തേതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റീഡ് ഇൻ ദ നെയിം ഓഫ് ദൈ ലോർഡ്, റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ് മാൻ ഫ്രം മിൻ അലഖ്, ഫ്രം എ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്. അട്ടയെപ്പോലെ തോന്നുന്ന ഒരു സാധനത്തിലൂടെയാണ് അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉറവിടം. തുടക്കം അങ്ങനെയാണ്. അട്ട ഒട്ടിപ്പിടിക്കുന്ന സാധന. ഗർഭാശയ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു രക്തകഷ്ണമായിരുന്നു നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഗർഭധാരണം നടന്ന ആദ്യത്തെ 2-3 ആഴ്ചകൾ അത് രക്തം കുടിക്കും, അട്ടയും കുടിക്കും രക്തം. ഖുർആൻ ഉപയോഗിച്ച വാക്കത. അന്നിപ്പോ ഇത് കാണാൻ സ്കാനിങ് സെന്ററുകളില്ല, MRI ഇല്ല, അൾട്രാസൗണ്ട് സംവിധാനങ്ങളില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു
മിൻ അലഖ്, അലഖിൽ നിന്നാണ് പടച്ചത്. അപ്പോൾ അദ്ദേഹം പഠിക്കുകയാണ്, പടച്ചവനെ ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത കാലം, ഒരു ലെൻസ് പോലും ഇല്ലാത്ത കാലം, ഗർഭാശയ ഭിത്തിയെ പരിശോധിക്കാൻ ഒന്നുമില്ലാത്ത കാലം, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വരുന്നത് ഒരു അട്ടയുടെ രൂപത്തിലാണ് എന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അൺലെസ് ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം അല്ലാഹ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അള്ളാഹു നൽകിയതായിരിക്കണം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് മോറിസ് ബുക്കായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അലഖ് എന്ന് പറഞ്ഞ ഈ ഒരു പഠനമാണ്. അതിന് അട്ട എന്ന് അർത്ഥമുണ്ട്, രക്തപിണ്ഡം എന്ന് അർത്ഥമുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. മനുഷ്യനെ നാം സൈഗോട്ടിൽ നിന്നാണ് പടച്ചത്. ഉമ്മയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന മാംസകഷ്ണം. വിവിധ ഘട്ടങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്തിനെന്നറിയോ? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? നബ്തലി, മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ പരീക്ഷിക്കാനാണിത്. പരീക്ഷിക്കാനാ ജീവിതം കൊടുത്തത്. എന്നിട്ട് സ്വർഗവും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് നരകവും. പക്ഷേ അങ്ങ് പരീക്ഷണം മാത്രമോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. അങ്ങനെ മനുഷ്യന് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും നാം നൽകിയല്ലോ. ഇതിൽ ആദ്യം പറഞ്ഞത് ഫജഅൽനാഹു സമീഅൻ ബസീറാ, കേൾക്കുന്നവനായും കാണുന്നവനായും മനുഷ്യനെ നാം പടച്ചു. കേൾവിയും കാഴ്ചയും എന്ന് പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്നത് കേൾവിയാണ്, പിന്നെ കാഴ്ചനെ പറ്റി പറയുള്ളൂ. അതിലെന്തൊരു ഹിക്മത്തുണ്ടല്ലോ. എന്തായിരിക്കും? ആദ്യം കേൾവി അള്ളാഹു പറയാം, പിന്നെ കാഴ്ചയെ പറ്റി പറയുള്ളൂ. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഇന്ന السمع والبصر, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ.